نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തുമൊക്കെ ഏറെ സന്തോഷിക്കുകയും സ്നേഹിക്കുകയും വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു മാസമാണ് ശഅബാൻ. എന്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് പ്രിയപ്പെട്ട മാസമായി, വളരെ സന്തോഷമുള്ള ദിനങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ശഅബാൻ മാസത്തെ കണ്ടിരുന്നത്? ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ബറാത്ത് രാവിനെ പോലെയുള്ള ശഅബാനിന്റെ 15 മാത്രമായി പകുതിയിൽ മാത്രമായി സുന്നത്ത് നോമ്പുണ്ട് എന്നതുപോലെയുള്ള അടിസ്ഥാനങ്ങളില്ലാത്ത, പ്രമാണങ്ങളില്ലാത്ത, ഹദീസുകളില്ലാത്ത അന്ധവിശ്വാസങ്ങളുണ്ട്. അത് മാറ്റി നിർത്തിയാൽ എന്താണ് ശഅബാൻ മാസത്തിന്റെ സവിശേഷത, എന്താണ് അതിന്റെ പ്രത്യേകത, എന്താണ് അതിന്റെ മഹത്വം, എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. മുഹറം 9, 10 നോമ്പുകൾ വളരെ പ്രബലമായ സുന്നത്തായ ഹദീസുകളിൽ വളരെ കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട നോമ്പുകളാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അടിസ്ഥാനങ്ങളില്ലാത്ത, പ്രമാണങ്ങളില്ലാത്ത, ഹദീസിലില്ലാത്ത നോമ്പുകൾക്ക് ആളുകൾക്കിടയിൽ വലിയ പ്രചാരവും പ്രാധാന്യവും. എന്നാൽ സുന്നത്തിലുള്ള, ഹദീസിലുള്ള, റസൂല് കൃത്യമായി പറഞ്ഞ പ്രമാണമുള്ള നോമ്പുകൾ ആളുകൾ വേണ്ടത്ര വില കൽപ്പിക്കാതെ നഷ്ടപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ബറാത്ത് രാവ് വലിയ പ്രചാരമുള്ള ഒരു സംഗതിയാണ്, സമുദായത്തിൽ വലിയ പ്രചാരമുള്ള ഒരു സംഗതിയാണ്. ഒരു അടിസ്ഥാനമില്ലാത്ത, വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു പ്രമാണവുമില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് റമദാനിന്റെ പകുതി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പവിത്രതയോ മഹത്വമോ പഠിപ്പിക്കപ്പെടാത്തതാണ് സത്യത്തിൽ ശഅബാനുമായി ബന്ധപ്പെട്ട ശഅബാൻ 15ന്റെ രാവാഘോഷമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട മധുരപലഹാരങ്ങൾ ഉണ്ടാക്കലായിരുന്നാലും നോമ്പെടുക്കലായിരുന്നാലും ഒക്കെ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇന്ന് ശഅബാൻ മാസത്തിന് എന്തുകൊണ്ടാണ് പ്രാധാന്യം കൽപ്പിക്കാൻ റസൂല് പ്രത്യേകം പ്രേരിപ്പിച്ചത്, 2-3 കാര്യങ്ങൾ റസൂലുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം നോമ്പെടുത്തൊരു മാസം, റമദാൻ കഴിഞ്ഞാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം നോമ്പെടുത്ത ഒരു മാസമാണ് ശഅബാൻ എന്ന് പറയുന്നത്. ദാലിക ശഹ്റുൻ യഅഫുലുൻ നാസു അൻഹു, ആളുകൾ അശ്രദ്ധ കാണിക്കുന്ന ഒരു മാസമായതുകൊണ്ടാണ് അതിന്റെ മഹത്വം പറഞ്ഞു പഠിപ്പിച്ച റസൂല് കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാണ് ആ മാസത്തെ കൂടുതൽ പരിഗണിച്ചത്, പ്രത്യേകം ശ്രദ്ധ കൊടുത്തത് എന്തുകൊണ്ടാണ്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാരണം, ദാലിക ശഹ്റു, ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ യഅഫുലുൻ നാസ് അൻഹു, ആളുകൾ അതിനെ തൊട്ട് അശ്രദ്ധരാവുക. ബൈന റജബിൻ വ റമദാൻ, റജബ്
പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽപ്പെട്ടതാണ് റജബ്. റജബ് കഴിഞ്ഞ് ഷാബാൻ, ഷാബാൻ കഴിഞ്ഞ് റമദാൻ. അപ്പൊ റമദാൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, നോമ്പുള്ള മാസം, അതിന്റെ പ്രാധാന്യവും മഹത്വമൊക്കെ ആൾക്കാരെ മനസ്സിലാവും. അങ്ങനെ തന്നെ റമദാനിനെ സ്വീകരിക്കും. എന്നാൽ റജബിനും മഹത്വം കൽപ്പിക്കും. പവിത്രമായ മാസമാണ്, ആളുകൾ സൂക്ഷ്മത കാണിക്കും. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഷാബാൻ ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു, അശ്രദ്ധ കാണിക്കുന്നു. അതുകൊണ്ടാണ് ആ മാസത്തിന് പ്രത്യേകമായ പവിത്രത കൽപ്പിക്കാൻ വേണ്ടി റസൂല് ധാരാളമായി സുന്നത്ത് നോമ്പുകൾ എടുത്തൊരു മാസം എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഖത്തുൻ ഇല്ലാ റമദാൻ. ഒരു മാസം പൂർണ്ണമായി റസൂൽ നോമ്പെടുക്കുന്നത് കണ്ടിട്ടുള്ളത് റമദാനിലാണ്. ആയിഷ ബീവി പറയാം. അതായത് 1 മുതൽ 30 വരെ, അല്ലെങ്കിൽ ഒരു മാസം പൂർണ്ണമായി റസൂല് ഇടയില്ലാതെ, വിടവില്ലാതെ തികച്ചൊരു മാസം പൂർണ്ണമായി റസൂൽ നോമ്പെടുക്കുന്നത് കണ്ടിട്ടുള്ളത് റമദാനിലാണ്. വമാ റഅയ്തുഹു ഫീ ശഹ്റിൻ അക്തറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ. ഷഅബാൻ മാസത്തിൽ എടുക്കുന്ന നോമ്പുകളെക്കാൾ കൂടുതൽ മറ്റൊരു മാസത്തിൽ റസൂൽ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാസം തികച്ച് പൂർണ്ണമായി എല്ലാ ദിവസവും നോമ്പ്, അത് റമദാനിലാണ് റസൂൽ എടുക്കാറുള്ളത്. എന്നാൽ ഒരു മാസത്തിൽ ഏറ്റവും അധികം, മറ്റു മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം റസൂൽ നോമ്പെടുത്ത് കാണുന്നത്, കണ്ടിട്ടുള്ളത് സിയാമൻ ഫീ ശഅബാൻ, ശഅബാൻ മാസത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കാൻ. അപ്പൊ നമ്മൾ ഏറ്റവും അധികം സുന്നത്ത് നോമ്പുകൾ എടുക്കേണ്ടുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. റമദാനിലേക്കുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ്, തയ്യാറെടുപ്പായിട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ശഅബാനിൽ നോമ്പെടുത്തതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായും പരിശുദ്ധമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധമായ കർമ്മങ്ങളും വളരെ വൃത്തികെട്ട പ്രവർത്തനങ്ങളും ഉണ്ടാവും. ഇത് രണ്ടിനും മനുഷ്യർക്ക് പ്രതിഫലം നൽകപ്പെടും. ആ പ്രതിഫലം നൽകപ്പെടുന്നത് അള്ളാഹുവിലേക്ക് ആ കർമ്മങ്ങൾ ഉയർത്തപ്പെട്ടിട്ടാണ്. ആ കർമ്മങ്ങൾക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മനുഷ്യർക്ക് അവർ ചെയ്ത സൽപ്രവർത്തനങ്ങൾക്ക് ആളുകൾക്ക് പ്രതിഫലങ്ങൾ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനുഷ്യന്റെ കർമ്മങ്ങൾ, വർഷത്തിലൊരിക്കൽ മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ശഅബാൻ മാസത്തിലാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. നമ്മളെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോ ദിവസവും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. നമ്മൾ സുബഹി മുതൽ അസർ നമസ്കാര സമയങ്ങൾ, ഈ 2 സമയങ്ങളിലായിട്ടാണ് ഞാൻ ഈ ഹദീസ് ഞാൻ മുമ്പ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ വ അമലുൻ നഹാർ ഖബ്ല അമലിൽ ലൈൽ. നമ്മുടെ രാത്രിയിലെ കർമ്മങ്ങളൊക്കെ പകലിന് മുമ്പായി, പകലിലെ കർമ്മങ്ങളൊക്കെ രാത്രിക്ക് മുമ്പായി അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ 2 വക്തുകൾ, ഇപ്പോ സുബഹിയും അസറും പള്ളികളിൽ ഉണ്ടാകണമെന്നും ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഉണ്ടാകണം എന്നൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടുകൂടിയാണ്. മലക്കുകൾ നമ്മുടെ കർമ്മങ്ങളുമായി, പകലിലെ കർമ്മങ്ങളുമായി അള്ളാഹുവിലേക്ക് ഉയരുന്നതും രാത്രിയിലെ കർമ്മങ്ങളുമായി അള്ളാഹുവിലേക്ക് ഉയരുന്നതും ഈ 2 സമയങ്ങളിലാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യതആഖബൂന ഫീകും മലായികതൻ ബിൽ ലൈലി വ മലായികതൻ ബിൻ നഹാർ. മാറി മാറി വരും നിങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ 2 സമയങ്ങളിലായി മാറി മാറി മലക്കുകൾ വരുന്നുണ്ട്. പകൽ വരുന്നവരും രാത്രി നിങ്ങളോടൊപ്പമുള്ളവരും പകൽ നിങ്ങളോടൊപ്പമുള്ളവരും അള്ളാഹുവിന്റെ മലക്കുകളുടെ കൂട്ടത്തിലുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്ർ. ഈ 2 സമയങ്ങളിലാണ് അവരുടെ ഒരുമിച്ച് കൂടലുകൾ ഉണ്ടാവുക. രാത്രിയിലെ മലക്കുകൾ അവർ നമ്മുടെ കർമ്മങ്ങളുമായി അള്ളാഹുവിലേക്ക് പോകുന്നതും
പകലിലെ മലക്കുകൾ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താനായി നമ്മുടെ അടുക്കലേക്ക് വരുന്നതും സുബഹിയുടെ സമയത്താണ്. പകലിലെ കർമ്മങ്ങളുമായി മലക്കുകൾ അള്ളാഹുവിലേക്ക് പോകുന്നതും രാത്രിയിലെ കർമ്മങ്ങൾ രേഖപ്പെടുത്താനായി മലക്കുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതും അസറിന്റെ സമയത്തുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. യജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്ർ തുമ്മ യഅ്റുജു അല്ലദീന ബാതു ഫീകും. രാത്രി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കയറിപ്പോകും. ഫയസ്അലുഹും, അള്ളാഹു ആ മലക്കുകളോട് ചോദിക്കും. വഹുവ അഅലമു ബിഹിം, അള്ളാഹുവിനെ ഈ ചോദിക്കപ്പെടുന്നവരെ കുറിച്ച് നന്നായി അറിയാം. നമ്മളെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്, അടിമകളെക്കുറിച്ച് അള്ളാഹു ചോദിക്കും ഈ മലക്കുകളോട്. കൈഫ തറക്തും ഇബാദി, ഞാൻ നിങ്ങൾ വിട്ടുപോരുമ്പോൾ എന്റെ അടിമകൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ ആ മലക്കുകൾ പറയും ഫയഖൂലൂന തറക്നാഹും വഹും യുസല്ലൂന വ അത്തൈനാഹും വഹും യുസല്ലൂന. മലക്കുകൾ എന്താ പറയാ? അള്ളാഹുവേ, ഞങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അവർ നമസ്കാരത്തിലാണ്, ഞങ്ങൾ അവരെ വിട്ടുപോരുന്ന സമയത്തും അവർ നമസ്കാരത്തിലാണ്. ഏതാണ് ഈ രണ്ട് നമസ്കാരങ്ങൾ? രാത്രിയിലെ മലക്കുകളാണെങ്കിൽ അവർ ചെല്ലുന്ന നേരത്തുള്ള നമസ്കാരം എന്ന് പറയുന്നത് അസർ നമസ്കാരാണ്. രാത്രിയിൽ നമ്മളോടൊപ്പം രാപ്പാർത്ത മലക്കുകൾ വിട്ടുപോരുമ്പോഴുള്ള നമസ്കാരം എന്ന് പറയുന്നത് സുബഹി നമസ്കാരമാണ്. അപ്പൊ അസർ നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനും ഉള്ള ആളുകളെ കുറിച്ചാണ് മലക്കുകൾ അങ്ങനെ പറയാ. എന്താ പറയാ? തറക്കിനാഹും, ഞങ്ങൾ അവരെ വിട്ടേച്ചു പോരുന്നത്, വഹും യുസല്ലൂന, അവർ നമസ്കാരത്തിലായിരിക്കുകയാണ്, നമസ്കരിക്കുന്നവരായിരിക്കുകയാണ്. വ അത്തൈനാഹും, ഞങ്ങൾ അവരുടെ അടുക്കൽ ചെന്നതും, വഹും യുസല്ലൂന, അവർ നമസ്കാരത്തിലായിരിക്കുകയാണ് എന്ന് മലക്കുകൾ പറയുമെന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. സാധാരണ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിപ്പോർട്ടിലുള്ളതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് മതപരമായ ഉപദേശങ്ങൾ വ്യാഴാഴ്ച ദിവസം നൽകുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ബന്ധം മുറിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് പോകണം എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം അന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, വ്യാഴാഴ്ചയാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരാഴ്ചയിലെ മനുഷ്യരുടെ അമലുകൾ ഉയർത്തപ്പെടുക എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഅറദു അഅ്മാലുൻ നാസി ഫീ കുല്ലി ജുമഅത്തിൻ മറത്തൈൻ യൗമുൽ ഇസ്നൈൻ വ യൗമുൽ ഖമീസ്. തിങ്കളും വ്യാഴവും, രണ്ട് ദിവസങ്ങൾ പറഞ്ഞു. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങളുടെ കർമ്മങ്ങൾ ആഴ്ചയിൽ 2 തവണ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഒന്ന് തിങ്കളാഴ്ചയാണ്, ഒന്ന് വ്യാഴാഴ്ചയാണ്. ഈ 2 ദിവസങ്ങളും സുന്നത്ത് നോമ്പെടുക്കാൻ പ്രത്യേകം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ്. എന്തുകൊണ്ടാണ് ശഅബാനിൽ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ ഇത് പറയുന്നുണ്ട്, എന്റെ കർമ്മങ്ങൾ വർഷത്തിലൊരിക്കൽ ഉയർത്തപ്പെടുന്നത് ശഅബാനിലാണ്. എന്റെ കർമ്മങ്ങൾ വർഷത്തിലൊരിക്കൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കും എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നത്. ഇവിടെ ഓരോ ആഴ്ചയിലും 2 തവണ നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. യൗമുൽ ഇസ്നൈൻ, ഒന്ന് തിങ്കളാണ്, രണ്ടാമത്തത് വയൗമുൽ ഖമീസ്, വ്യാഴാഴ്ചയാണ്. വ്യാഴവും തിങ്കളും മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ആ 2 ദിവസങ്ങളും സുന്നത്ത് നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ധാരാളമായി സുന്നത്ത് നോമ്പ് റസൂൽ ഏറ്റവും അധികം എടുത്തത് ശഅബാനിലാണ്. അതുകൊണ്ട് തിങ്കളാഴ്ചകള്, വ്യാഴാഴ്ചകള്, മാസത്തിൽ 13, 14, 15 അല്ലാത്ത നമ്മൾക്ക് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ സുന്നത്ത് നോമ്പെടുക്കാൻ ഈ ഒരു മാസം, ശഅബാൻ മാസം നാം ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വഹുവ ഷഹ്റുൻ, ഒരു മാസമുണ്ട്, തുർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ. ശഅബാൻ മാസത്തെക്കുറിച്ച്, ആ മാസത്തിലാണ് ഒരു മാസത്തെ കർമ്മങ്ങൾ, ഒരു വർഷത്തിലെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഒരു മാസമുണ്ട്, ആ മാസത്തിലാണ് മനുഷ്യന്റെ ഒരു വർഷത്തിലെ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് എന്ന് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ്. ആ 2 കാര്യങ്ങളുള്ളവരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുകയില്ല. 2 പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഓരോ ദിവസവും അസറിനും സുബഹിക്കും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതായാലും, ആഴ്ചയിലൊരിക്കൽ തിങ്കളും വ്യാഴവും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതായാലും, വർഷത്തിലൊരിക്കൽ ശഅബാനിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതായാലും 2 കൂട്ടർക്ക് അത് നിഷേധിക്കപ്പെടും. അവരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുകയില്ല. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവരുടെ കർമ്മങ്ങൾ എത്തുകയില്ല. അതാരാണ്? ആ 2 കൂട്ടരാരാണ്? عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم تعرض أعمال الناس في كل جمعة مرتين يوم الاثنين ويوم الخميس فيغفر لكل عبد مؤمن. ഈ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോ തിങ്കളും വ്യാഴവും ഈമാനുള്ള വിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും അവരുടെ കർമ്മങ്ങളിൽ വന്ന അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. എല്ലാ തിങ്കളാഴ്ചകളിലും അള്ളാഹു നമുക്ക് പുറത്തു തരുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുമ്പോ ആ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നല്ലതും ചീത്തയും ഉണ്ടാവും. അതിലെ ചീത്ത കാര്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരുന്നു. ഇല്ലാ അബ്ദൻ, ഒരടിമയെ അള്ളാഹു മാറ്റി നിർത്തും. ഒരാൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുകയില്ല. ബൈനഹു വബൈന അഖീഹി ഷഹ്ന, അയാൾക്കും അയാളുടെ സഹോദരനുമിടയിൽ പരസ്പരം പിണക്കമുണ്ട്. തെറ്റി നിൽക്കുന്ന ആളുകൾ, പിണങ്ങി നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ കർമ്മങ്ങൾ, തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഫയുഖാലു, മലക്കുകളോട് അവരുടെ കാര്യത്തിൽ അള്ളാഹു മലക്കുകളോട് പറയും, ഉത്റുക്കു ഹാദൈൻ, ഈ 2 ആളെ കാര്യങ്ങൾ മാറ്റിവെച്ചേ, ഈ 2 ആളുടെയും വിഷയം മാറ്റിവെച്ചേ. അവർ 2 പേരും യോജിക്കുന്നത് വരെ, അവർ 2 പേരും പരസ്പരം നന്നാകുന്നത് വരെ അവരുടെ കാര്യം മാറ്റിവെച്ചേക്ക് എന്നുള്ള പറയും. നമ്മൾ പരസ്പരം മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നതും പിണങ്ങുന്നതും അകലുന്നതും എത്ര ഗൗരവത്തോടെയാണ് പടച്ചോൻ കാണുന്നത്. നമ്മള് അഭിമാനത്തോടുകൂടെ പറയുന്ന ആൾക്കാരുണ്ട്, ഞാൻ 4-5 കൊല്ലമായിട്ട് അവനോട് മുണ്ടാൻ തന്നെ പോകില്ല. ആൾക്കാരിങ്ങനെ പറയും, വലിയൊരു കാര്യമായിട്ട് വലിയൊരു സംഭവമാക്കി പറയും. എനിക്ക് ഓന്റെ ഇടപാടുകളും നടപടികളൊന്നും എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് 4-5 കൊല്ലമായിട്ട് ഞാൻ അവനോട് മുണ്ടാൻ തന്നെ പോയിട്ടില്ല എന്ന് നമ്മൾ പറയും. എന്താണ് ഒരു തിങ്കളും വ്യാഴവും നിങ്ങളുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോ 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ആ പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു പറയും, അതവിടെ തടഞ്ഞു വെക്കാൻ. അവർക്ക് പൊറുക്കപ്പെടുകയില്ല, അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയില്ല. അള്ളാഹു അവരോട് അവർ ചെയ്ത തെറ്റുകൾക്ക് അള്ളാഹു മാപ്പ് നൽകുകയുമില്ല എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഏതെങ്കിലും തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തബാഅദു വലാ തഹാസദു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസത അയ്യാം. മുസ്ലിമായ ഒരു സഹോദരനോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പക വെച്ച് പുലർത്തരുത്, അസൂയ വെച്ച് പുലർത്തരുത്, കുടുംബബന്ധം നിങ്ങൾ വിച്ഛേദിക്കരുത്. അള്ളാഹുവിന്റെ അടിമകളും സഹോദരങ്ങളുമായി ജീവിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളും സഹോദരങ്ങളുമായി ജീവിക്കുക. ഒരു മുസ്ലിമിനും തന്റെ സഹോദരനുമായി 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ അനുവാദമില്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 6065 നമ്പർ ഹദീസാണ്. ഒരു മുസ്ലിമിന് തന്റെ മറ്റ് ഒരു മുസ്ലിം സഹോദരനുമായി 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ അനുവാദമല്ല. അങ്ങനെ ഉണ്ടായാൽ അതൊരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുകയോ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. തൂറദുൽ അഅ്മാലു യൗമൽ ഇസ്നൈൻ വൽ ഖമീസ്, തിങ്കളും വ്യാഴവും നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ, ശരിക്കും ഇഹ്റാദ് എന്ന് പറഞ്ഞാൽ എക്സിബിഷനാണ്. കർമ്മങ്ങൾ അവിടെ അള്ളാന്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടുപോയി പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. മഹ്റൽ എന്ന് പറയുന്നത് എക്സിബിഷനാണ്. അള്ളാന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടൊക്കെ നിരത്തി വെക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത ഓരോ അടിമയും ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു തിങ്കളും വ്യാഴവും. റസൂല് പറയാണ്,
എന്റെ അമല് അള്ളാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം നോമ്പുകാരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ തിങ്കളും വ്യാഴവും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അള്ള ചോദിക്കുന്നില്ല എങ്ങനെയാണ് എന്റെ അടിമകളെ വിട്ടുപോകുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ നമസ്കാരത്തിലാണ്, ഞങ്ങൾ പോരുമ്പോൾ അവർ നമസ്കാരത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ ആ അടിമ നോമ്പുകാരനാണ് എന്ന് കൂടി പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഞങ്ങൾ അദ്ദേഹത്തെ വിട്ടു പോരുമ്പോൾ അദ്ദേഹം നോമ്പുകാരനാണ് എന്നുകൂടി പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ പറയാണ്. അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും നോമ്പെടുക്കാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും നമ്മളോട് അത് സുന്നത്തായി നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തത്. അതുപോലെ തന്നെയാണ് ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമുൽ ഇസ്നൈനി യൗമുൽ ഖമീസ്. സ്വർഗ്ഗവാതിലുകൾ തിങ്കളും വ്യാഴവും തുറക്കപ്പെടുന്നു. അബ്വാബുൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങളൊക്കെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തുറക്കപ്പെടുന്നു. സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ദിവസം വിശ്വാസികളായ മുഴുവൻ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഫയുഫറു ലികുല്ലി അബ്ദിൻ, അള്ളാഹു വിശ്വാസികളായ എല്ലാ അടിമകൾക്കും അള്ളാഹു ആ ദിവസം പുറത്തു തരും. ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ. രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കൂല. ഒന്നെന്താണ്? ശിർക്ക് സംഭവിക്കുന്ന ഒരാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അതുവരെ നമുക്ക് സംഭവിച്ച ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും വീഴ്ചകളും ഹറാമുകളും ന്യൂനതകളും പോരായ്മകളും ഒക്കെ പഠിച്ചോ നമുക്ക് എന്ത് ചെയ്യും? ഓരോ തിങ്കളാഴ്ചയും നമുക്ക് പുറത്തു തരാണ്. ഓരോ വ്യാഴാഴ്ചയും അള്ളാഹു നമുക്ക് പുറത്തു തരാണ്. എന്നാൽ അള്ളാഹു നമുക്ക് പുറത്തു തരികയില്ല നമ്മളിൽ ശിർക്കുണ്ടെങ്കിൽ. ജാറത്തിന്റെ അടുത്ത് പോകുന്ന ഒരാള്, ദർഗനെ സമീപിക്കുന്ന ഒരാള്, ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ഒരാള്, മമ്പർത്ത തങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാള്, അങ്ങനത്തെ ഒരാൾക്ക് പടച്ചോൻ പുറത്തരൂല. ഇത് അള്ളാന്റെ റസൂൽ അങ്ങനെ തന്നെ കൃത്യമായി പറയാൻ. അതിനേക്കാൾ വലിയൊരു ശിർക്കില്ല. അത് പച്ചക്ക് അതിഗുരുതരമായ ബഹുദൈവാരാധനയുടെ ഭാഗമാണ്. അല്ലാത്തവരോട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോ പടച്ചോനേന്ന് വിളിക്കേണ്ടതിന് പകരം അള്ളാ എന്ന് പറയേണ്ടതിന് പകരം മരിച്ചുപോയ ആൾക്കാരെ ഏതെങ്കിലും ഒരാളെ വിളിക്കുക, പറയുക, അവരോട് അപേക്ഷിക്കുക എന്ന് പറയുന്നത്, അവരോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, അവരോട് സഹായം ചോദിക്കുക എന്ന് പറയുന്നത് അതിഗുരുതരമായ തെറ്റാണ്, പാപമാണ്. അള്ളാന്റെ ഒരു സൃഷ്ടിയെയും ഒരു ഘട്ടത്തിലും വിളിക്കാൻ, സഹായം ചോദിക്കാൻ പാടുള്ളതല്ല അള്ളാഹുവിനോടല്ലാതെ. മനുഷ്യർ അവർക്ക് സഹായം ചോദിക്കുമ്പോൾ രക്ഷിക്കണേ, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വരുമ്പോ അള്ളാഹിനോട് പറയേണ്ട ഒരു കാര്യം അള്ളാഹിനോടല്ലാതെ മറ്റൊരു സൃഷ്ടിയോടും പറഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന തിങ്കളും വ്യാഴവും അടിമകൾക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമ്പോൾ ശിർക്ക് സംഭവിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. രണ്ടാമത് ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈന അഖീഹി ഷഹ്നാ, പരസ്പരം പിണക്കമുള്ള ആളുകൾ, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല. ശിർക്കിന്റെ കൂടെയാണ്, ബഹുദൈവാരാധനയോട് ചേർത്താണ് അള്ളാഹു രണ്ടടിമകൾ തമ്മിലുള്ള തെറ്റിനെ, പിണക്കത്തെ പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിക്കുന്നത്. നിസ്സാര കാര്യമല്ല. ഞാനും എന്റെ അളിയനും തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ 1-2 കൊല്ലൊക്കെ ബന്ധം ഉണ്ടായിരുന്നു. കുറെ കാലമായിട്ട് ഞങ്ങളൊരു ബന്ധമില്ല. ഞാൻ എന്റെ ഭാര്യ വീട്ടിലേക്ക് പോകാറേയില്ല. ആൾക്കാർ ഇതൊക്കെ അഭിമാനത്തോടെ പറയാം. എന്നെ വല്ലാതെ വേദനിപ്പിച്ചതാണ് അന്ന് എന്റെ അമ്മോസാക്ക. അന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് വല്ലാതെ അന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഞാൻ. ഇപ്പൊ 10-15 കൊല്ലം ഞാൻ പിന്നെ ആ പെരയ്ക്ക് കയറിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയാം. 5 കൊല്ലായി 10 കൊല്ലായി നമ്മള് വേണ്ടാത്ത രൂപത്തിലുള്ള വസിയത്തുകൾ ചെയ്തു വെക്കും. എന്താ പറയാ, ഞാനിജും തമ്മിലൊരു ബന്ധമല്ല, ഞാൻ മരിച്ചാ പോലും ഇതിനെ കാണാൻ വരരുത് എന്ന് നമ്മൾ പറയും. സ്വന്തം അനുജനോട് പറയും, ഏട്ടനോട് പറയും, ഉമ്മാനോടും മാപ്പാനോടും അങ്ങനെ വർത്താനം പറയുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. മരിച്ചാല് എന്റെ മയ്യത്ത് കാണാൻ പോലും വരരുത് എന്ന് വികാരം കൊണ്ട് നമ്മൾ പരസ്പരം എങ്ങനെ ബന്ധങ്ങൾക്ക്, മനുഷ്യന്റെ ബന്ധങ്ങൾക്ക്
കുടുംബത്തിലെ ബന്ധങ്ങൾക്ക്, സുഹൃത്ത് ബന്ധങ്ങൾക്ക്, ആളുകൾ തമ്മിലുള്ള പരസ്പരം അടുപ്പങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. നിങ്ങൾ ആരോടെങ്കിലും ബന്ധം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് സംഭവിച്ച മറ്റ് തെറ്റുകുറ്റങ്ങൾ പോലും പുറത്തു തരികയില്ല എന്ന് പറയാണ്. അപ്പൊ യുഖാലു, അവരുടെ കാര്യത്തിൽ, ഈ രണ്ടാളുടെയും കാര്യത്തിൽ, ഒരാള് ശിർക്ക് ചെയ്ത ആള്, മറ്റൊരാള് പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ മലക്കുകളോട് പറയപ്പെടും, അന്തിറൂഹാദീൻ, ഈ രണ്ടാളുകളിൽ ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മൂന്ന് തവണ റസൂൽ പറയാൻ ഇങ്ങനെ പറയും മലക്കുകളോട്, നിങ്ങൾ ഇവരുടെ കാര്യം മാറ്റിവെച്ചേക്ക്, അവർ രണ്ടാളും നന്നാകട്ടെ, അവർ രണ്ടാളും തമ്മിൽ സുലഹാകട്ടെ, അവരുടെ ബന്ധം നന്നാകട്ടെ, എന്നിട്ട് അവർക്ക് പുറത്തു കൊടുക്കാം, അത് മാറ്റിവെച്ചേക്ക്, ആ ഫയൽ അവിടെ മാറ്റിവെച്ചേക്ക് എന്നല്ല പറയും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ സർക്കിളിൽ, അത് കുടുംബ ബന്ധം മാത്രമല്ല കേട്ടോ ഈ പറഞ്ഞ രണ്ടാളുകൾ എന്ന് മാത്രമാണ് പറഞ്ഞത്. രണ്ടാളുകൾ എന്ന് പറഞ്ഞാൽ അയൽവാസി, കൂടെ ജോലി ചെയ്യുന്ന ആള്, നമ്മുടെ പരിചയത്തിലുള്ള ആരോടൊക്കെയാണ് ബന്ധമുള്ളത്. രണ്ടാളുകൾ എന്ന് പറയുന്നിടത്ത് മതമല്ല, രണ്ടാളുകൾ എന്ന് പറയുന്നത് രണ്ട് വിശ്വാസികൾ, രണ്ട് മുസ്ലിങ്ങൾ എന്ന് പറയാതെ രണ്ടാളുകൾ എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ അയൽവാസികളോട്, നാട്ടുകാരോട്, ബന്ധുക്കാരോട്, കുടുംബക്കാരോട്, മനുഷ്യരോടുള്ള ബന്ധങ്ങൾ മുറിഞ്ഞുപോയവന്റെ തിന്മകൾ, മറ്റു തിന്മകൾ അള്ളാഹ് പുറത്തു തരികയില്ല എന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു പാഠമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ, സജ്ജനങ്ങളിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാൻ മാസത്തിന്റെ മുന്നോടിയായിട്ടുള്ള ശഅബാൻ നന്മകൾ അധികരിപ്പിക്കാനും പുണ്യങ്ങൾ ചെയ്യാനും നമ്മളെക്കൊണ്ടാവുന്ന അത്ര അമാലുകൾ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകളൊക്കെ ചെയ്യുക. എത്ര ചെറുതാണെങ്കിലും തിന്മകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അതിനുള്ള പരിശീലനത്തിലേക്കാണ് നമ്മൾ റമദാനിലേക്ക് കടക്കുന്നത്. അപ്പൊ ആ റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കമായിട്ടാണ്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂരി മാ തസൂം മിനശ് ശഅബാൻ. റസൂലേ, ഷഅബാനിൽ എടുക്കുന്ന അത്ര നോമ്പുകൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ വേറൊരു മാസം ഇത്ര എണ്ണം നോമ്പുകൾ, ഇത്ര അധികം നോമ്പുകൾ എടുക്കുന്നത് താങ്കളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ റസൂൽ പറഞ്ഞു, ദാലിക ശഹ്റുൻ യഅഫുലു നാസു അൻഹു ബൈന റജബ് വ റമദാൻ. റമദാനിന്റെ മഹത്വം ആളുകൾക്കറിയും. റജബ് പവിത്രമാക്കപ്പെട്ട മാസം, അതിന്റെ രണ്ടിന്റെ ഇടയിൽ ഷഅബാൻ ആൾക്കാർ പലപ്പോഴും വിസ്മരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോമ്പെടുക്കുന്നത്. വഹുവ ശഹ്റുൻ, ഈ മാസത്തിന്റെ പ്രത്യേകത വഹുവ ശഹ്റുൻ, ശഅബാൻ മാസം എന്ന് പറയുന്നത് തുർഫഉ ഫീഹിൽ അഅമാൽ, മനുഷ്യന്റെ കർമ്മങ്ങൾ ഈ മാസത്തിലാണ് ഇലാ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക. ഫഉഹിബ്ബു, ഞാൻ ആഗ്രഹിക്കുന്നത്, അയ്യുർഫഅ അമലി, എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണം. വ അന സ്വായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കും എന്റെ കർമ്മങ്ങൾ. അപ്പൊ ശഅബാൻ മാസത്തിൽ ഏത് ദിവസമാണ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുക? ശഅബാൻ മാസം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിലെ മിക്കവാറും ദിവസങ്ങളിൽ, മഹാഭൂരിപക്ഷം ദിവസങ്ങളിലും ഞാൻ നോമ്പെടുക്കണം. കാരണം എന്റെ കർമ്മങ്ങൾ റബ്ബിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം ഞാൻ നോമ്പുകാരനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അമലിൻ ലാ യുർഫഅ, നിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടാത്ത കർമ്മങ്ങൾ, ഞാൻ അതിനെ തൊട്ട് നിന്നോട് ശരണം തേടുന്നു. എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ല കാര്യം ചെയ്തു എന്നിട്ട് അത് പടച്ചോന്റെ അടുത്തേക്ക് എത്താതിരിക്കുക, അള്ളാഹുവിന്റെ അടുക്കൽ കബൂലാകാതിരിക്കുക, അള്ളാഹു ആ കർമ്മത്തെ നമ്മളിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുക. അങ്ങനെ ഉണ്ടാകുന്ന കർമ്മങ്ങളെ, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാതെ പോകുന്ന കർമ്മങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആന്റെ പാരായണം താബിയുകളും തബഉ താബിയുകളും സലഫ് സ്വാലിഹ്യങ്ങളും ഏറ്റവും അധികം വർദ്ധിപ്പിച്ചിരുന്ന, അധികരിപ്പിച്ചിരുന്ന മാസം എന്നുകൂടെ പറഞ്ഞ് ഷഅബാൻ മാസത്തെ, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഖുർആൻ ഓതിയിരുന്ന മാസം എന്ന് പറഞ്ഞ് റമദാൻ മാസത്തെ പരിചയപ്പെടുത്തുന്നത്, ഷഅബാൻ മാസത്തെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ചുരുക്കം എന്ന് പറയുന്നത് റമദാനിലേക്കുള്ള ഒരുക്കത്തിന്റെയും തയ്യാറെടുപ്പിന്റെയും ദിവസങ്ങളാണ്
ഷഅബാൻ മാസം. ആ ഷഅബാൻ മാസം റജബിനും റമദാനിനും ഇടയിലായതുകൊണ്ട് ഇതിന്റെ മഹത്വവും പ്രാധാന്യവും വിട്ടുപോകാൻ പാടില്ല. കൊല്ലത്തിലൊരിക്കൽ നമ്മുടെ കർമ്മങ്ങൾ റബ്ബിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഷഅബാൻ മാസത്തിലാണ്. ആ വാർഷികമായി റബ്ബിന്റെ അടുക്കലുള്ള കർമ്മങ്ങളുടെ പ്രദർശനം നടക്കുന്ന ദിവസം നോമ്പുകാരനാകുന്നതിനു വേണ്ടിയാണ് പരമാവധി ദിവസങ്ങൾ ഷഅബാനിൽ നോമ്പെടുക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ മാസത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തെ തെരഞ്ഞെടുത്ത് അന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേക നോമ്പ് എന്ന് പറയുന്നത് അനാചാരാണ്. അപ്പൊ ആൾക്കാർ ചോദിക്കും, നമുക്ക് ഈ നോമ്പുകളുടെ കൂട്ടത്തിൽ അങ്ങനെ കൂട്ടിയാ പോരെ? ധാരാളം നോമ്പെടുക്കാൻ പറഞ്ഞില്ലേ? ആ കൂട്ടത്തിൽ ആൾക്കാരൊക്കെ കൂടെ ഒരു ദിവസം നോമ്പെടുക്കുകയാണെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ ഒരു സംഗതി നിർണയിച്ച് നടത്തുമ്പോൾ ഇന്ന കാര്യം ഇന്നതുപോലെ ഇന്ന എണ്ണം എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചൊരു സംഭവമുണ്ട്, ഞാൻ അവസാനിപ്പിക്കാം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീനയിലെ പള്ളിയിൽ ചെന്നിട്ട് പള്ളിയിൽ ഇരിക്കുന്ന ആൾക്കാർ അവിടെ നാട്ടി കൊടുത്തൊരു സംഭവമുണ്ട്. പള്ളിയിൽ ഇരിക്കുന്ന ആൾക്കാര് അവരിങ്ങനെ റൗണ്ടായി വട്ടത്തിലിരുന്നിട്ട് ദിക്ർ ചെല്ലുമ്പോഴാണ് ആളുകൾ അവിടുന്ന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ട് പള്ളിയിൽ നിന്ന് ഇറക്കി പോകാൻ പറയാം. പള്ളിയിൽ നിന്ന് ആൾക്കാരെ ഇറക്കുകയാണ്. ആൾക്കാരെന്താ പള്ളിയിലിരുന്ന് ചെയ്യുന്നത്? ആൾക്കാര് പള്ളിയിലിരുന്ന് വെറുതെ വർത്താനം പറയല്ല, സംസാരിക്കല്ല, എന്തെങ്കിലും ഇങ്ങനെ പൊളിറ്റിക്സ് പറഞ്ഞോ രാഷ്ട്രീയം പറഞ്ഞോ വൃഥാ വർത്തമാനങ്ങൾ പറഞ്ഞോ സമയം തള്ളി നിൽക്കല്ല. ഇവര് ചെന്നപ്പോ എന്താ കാണുന്ന അറിയാം? ഒരാൾ പറയും ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖുൽ അല്ലാഹു അക്ബർ, ഖുൽ അൽഹംദുലില്ലാഹ്. ഹംദ് ചെല്ലാൻ പറയും, തക്ബീർ എല്ലാം പറയും, തസ്ബീഹ് ചെല്ലാൻ പറയും. ഒരാൾ വിളിച്ചു പറയും, ആൾക്കാരിങ്ങനെ ചെല്ലുന്ന സമയത്ത്, ദിക്റുകൾ ചൊല്ലുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ചരൽ കല്ലുകൾ എടുത്ത് എണ്ണം വെക്കുന്നുണ്ട്. ഇത് മാത്രമാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇവരോട് ദേഷ്യപ്പെടാൻ. എന്തിനാണ് ഇവരോട്? നമ്മളുടെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ, എന്തിനാണ് പള്ളിയിലിരുന്ന് ദിക്റ് ചെല്ലുന്ന ആൾക്കാരോട് ദേഷ്യപ്പെടുന്ന? എന്തിനാ? മുതിർന്ന 2 സഹാബികൾ. അതിനവർ പറഞ്ഞ കാരണം എന്താ അറിയാം? അള്ളാന്റെ റസൂൽ മരിച്ചു എന്നുള്ളത് സത്യമാണ്. റസൂല് മരിച്ചെങ്കിലും അള്ളാന്റെ റസൂൽ വെള്ളം കുടിച്ച പാത്രങ്ങളൊന്നും പൊട്ടിപ്പോയിട്ടില്ല. അള്ളാന്റെ റസൂൽ ധരിച്ച വസ്ത്രങ്ങളൊന്നും ഉരുമ്പിപ്പോയിട്ടില്ല. അതിനു മുമ്പ് അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ കടത്തിക്കൂട്ടുകയാണോ? എന്തേ കടത്തിക്കൂട്ടിയത്? തസ്ബീഹും തക്ബീറും തഹ്മീദൊക്കെ ചെല്ലുന്ന കടത്തിക്കൂട്ടല അല്ല. പള്ളിയിൽ പ്രത്യേകം ആളുകളെ വിളിച്ച് വട്ടത്തിലെത്തിയിട്ട് ഒരെണ്ണം പറഞ്ഞ് ഒരു കാര്യം ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അള്ളാന്റെ റസൂലിന്റെ മാതൃക വേണം. തക്ബീറെല്ലാം തസ്ബീഹെല്ലാം ധാരാളമായി അള്ളാനെ ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊരു പ്രത്യേക ചടങ്ങായി നിശ്ചയിച്ച് അവിടെ സമയം നിശ്ചയിക്കപ്പെടുന്നു, സ്ഥലം നിശ്ചയിക്കപ്പെടുന്നു, എണ്ണം നിശ്ചയിക്കപ്പെടുന്നു. ഒരു പ്രത്യേക കർമ്മമായി നിശ്ചയിച്ച് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ആൾക്കാർ ചോദിക്കും, നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടിയാൽ പ്രാർത്ഥിക്കാൻ പടച്ചോൻ പറഞ്ഞല്ലേ, റസൂൽ പറഞ്ഞല്ലേ ധാരാളമായി പ്രാർത്ഥിക്കണ്ടേ? ഓരോ ഫർദ് നമസ്കാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണ്ടയില്ലേ? പിന്നെന്താണ് ഇമാമ് മുന്നിലിരുന്നിട്ട് പ്രാർത്ഥിക്കുകയും പിന്നിലിരിക്കുന്നവർ ആമീൻ പറയുകയും ചെയ്ത് അതിലെന്താ പ്രശ്നം? നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഓരോ ഫർദ് നമസ്കാരത്തോടും ചേർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ലേ? പ്രാർത്ഥിക്കണം. ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷം പെട്ടെന്ന് എഴുന്നേറ്റ് പോകരുത്. ദിക്റുകൾ എടുക്കണം, ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. എന്താ പ്രശ്നം? എന്താണ്? ഇമാമ് തിരിഞ്ഞിരുന്ന് ഇമാമ് പ്രാർത്ഥിക്കുകയും പിന്നിൽ ഇരുന്ന് നമസ്കരിച്ച കൂടെയുള്ള ആളുകളൊക്കെ കൂടി പിന്നിലിരുന്ന് അതിന് ആമീൻ പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമ്പ്രദായമാണ്. അത് റസൂലുള്ള കാണിച്ചു തന്നിട്ടില്ല. അതാണ് പറയുന്നതില് പ്രാർത്ഥിക്കാൻ പാടില്ലെന്നോ പ്രാർത്ഥിക്കണ്ടോ എന്നല്ല പറയാ. ഓരോ ഫർള് നമസ്കാരം കഴിയുമ്പോൾ ദിക്റുകൾ ചൊല്ലണം, നമ്മൾ പ്രാർത്ഥിക്കുവാണം. എന്താണ് അതിൽ പാടില്ല എന്ന് പറയുന്നത്? അള്ളാന്റെ റസൂൽ ഇത്രയും കാലം നമസ്കരിച്ചപ്പോ സ്വഹാബികൾക്കൊക്കെ പ്രാർത്ഥന അറിയാത്തവരുണ്ട്, ചെല്ലാൻ കഴിയാത്തവരുണ്ട്, പ്രാർത്ഥിക്കാത്തവരുണ്ട്. അപ്പൊ എല്ലാവർക്കും പ്രാർത്ഥന കിട്ടട്ടെ എന്ന് കരുതിയിട്ട് റസൂലോ അതിനുശേഷം ഖലീഫമാരോ സ്വഹാബത്തോ ഫർള് നമസ്കാരങ്ങൾ കഴിയുമ്പോൾ സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇമാമായി നിന്ന ആള് ഉറക്കെ പ്രാർത്ഥിക്കുകയും കൂടെ നിസ്കരിച്ച ആൾക്കാരൊക്കെ കൂടി അതിനാമീൻ പറയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം റസൂൽ കാണിച്ചിട്ടില്ല. അള്ളാഹു റസൂൽ കാണിച്ചിട്ടില്ല. നമുക്ക് ഭയങ്കര മനസ്സുമുട്ടുള്ള ഒരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? നമ്മൾ പലയിടത്തും ജനാസക്ക് വേണ്ടി മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെല്ലുമ്പോ ആ വീട്ടിൽ നിന്ന് മയ്യത്ത് പുറത്തിറക്കി വെച്ചിട്ട് പള്ളിയിലത്തെ ഉസ്താദ് വന്നിട്ട് അവിടെ പ്രാർത്ഥിക്കും. അപ്പൊ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല.
പക്ഷേ ഓരോ വീട്ടിലും ഓരോ മരണവും നടക്കുമ്പോ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് അവിടെ ഒരു അൽഫാത്തിഹ ചൊല്ലല്, അവിടെ ഒരു യാസീൻ ഓതല്, എന്നിട്ട് അവിടെ എല്ലാരും കൂടെ ഒരു ഇമാം ഒരു പ്രാർത്ഥന നടത്തല്, പള്ളി ഖത്തീബ് ഒരു പ്രാർത്ഥന നടത്തല്, അതിനാ നാട്ടുകാരൊക്കെ കൂടി വന്നിട്ട് ഇങ്ങനെ ആമീൻ പറയില്ല. അങ്ങനെ ഒരു സമ്പ്രദായം റസൂൽ ചെയ്തില്ല. എത്ര സഹാബികൾ മരിച്ചു, എത്ര ആള് മറമാടി. എന്താ അവർ ചെയ്തത്? മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത്. ജനാസ മരണപ്പെട്ട് കഴിഞ്ഞാൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കഫൻ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുപോയി മറമാടണം. അതിലിടക്ക് ആ ജനാസക്ക് വേണ്ടി നമസ്കരിക്കണം. ജനാസക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന മയ്യത്ത് നമസ്കാരമാണ്. ആ മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പ് ഉസ്താദ് വന്നിട്ട് എല്ലാരും പാടെ കൂട്ടി നിർത്തിയിട്ട് ഒരു ദോയർക്കല്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കതിൽ കൂടാൻ കഴിയില്ല. എന്തേ കാരണം? സ്വഹാബത്ത് മരിച്ചു റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത്. അപ്പൊ ആ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ജനാസ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് റസൂൽ നിന്ന് പ്രാർത്ഥിക്കുകയും അവിടെ കൂടിയ ജനാസ മറമാടാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആൾക്കാരൊക്കെ കൂടി ആമീൻ പറയുകയും ചെയ്യുന്ന ഒരൊറ്റ സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു രീതി മരിച്ച വീട്ടിലില്ല. അത് റസൂൽ ചെയ്യാത്ത കാര്യമാണ്. അപ്പൊ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണോ? അല്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പഠിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് മയ്യത്ത് നിസ്കാരം. മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായി റസൂൽ പഠിപ്പിച്ച മാതൃക. അതാണ് ഇങ്ങനെ ഓരോ കാര്യത്തിനും. അതുകൊണ്ട് ഷാബാനുമായി ബന്ധപ്പെട്ട് നോമ്പുകൾ എടുക്കണം. ഷാബാൻ 15ന്റെ രാവിനോ പ്രത്യേകമായിട്ടൊരു നോമ്പ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി പെരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.